സോ ഏകദേശം ഒരു 4500 വേക്കൻസീസ് ആണ് ഈ പോസ്റ്റുകളിലൂടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ പോലീസിലേക്കുള്ള ജോലി ആയതുകൊണ്ട് തന്നെ സർട്ടൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഫിസിക്കൽ ഫീച്ചേഴ്സിന് വേണ്ടി ഇവരിവിടെ പറയുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇനിയാണ് നമ്മുടെ മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുന്ന സമയത്ത് എങ്ങനെ CP കണ്ടുപിടിക്കാം, എങ്ങനെ SP കണ്ടുപിടിക്കാം, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താണ്, ലോസ് പെർസെൻറ്റേജ് എന്താണ് തുടങ്ങിയിട്ടുള്ള നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ പ്രാക്ടീസ് ആണ്. സോ നിങ്ങൾക്കറിയാം ബാങ്കിങ് എക്സാമിനേഷൻസിനൊക്കെ ഇൻ്റർവ്യൂ വരുന്നുണ്ട്. സോ ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻട്രി RRB SSC യൂട്യൂബ് ചാനലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ RPFൻ്റെ കീഴിൽ SI പോസ്റ്റുകളിലേക്കും കോൺസ്റ്റബിൾ പോസ്റ്റുകളിലേക്കും ഇഷ്ടം പോലെ വേക്കൻസീസ് വരുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഉടനെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഈ ഒരു എക്സാമിനേഷനിൽ നിങ്ങളുടെ പ്രിപ്പറേഷന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്കോർ നേടാൻ കഴിയുക എന്നതിനെ പറ്റിയിട്ടൊരു വീഡിയോ ആണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. സോ ദി മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക്സ് കമ്മിങ് അണ്ടർ RPF, SI ആൻഡ് കോൺസ്റ്റബിൾ എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം തന്നെ ഈ നോട്ടിഫിക്കേഷൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏപ്രിലാണ്. ഈ വരുന്ന നെക്സ്റ്റ് മന്തിൽ RRBയുടെ കീഴിൽ വരുന്ന RPF, അതായത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ SI ആൻഡ് കോൺസ്റ്റബിൾ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. സോ ഏകദേശം ഒരു 4500 പരം, സോ ഏകദേശം ഒരു 4500 വേക്കൻസീസ് ആണ് ഈ പോസ്റ്റുകളിലൂടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ SI പോസ്റ്റിൻ്റെ വേക്കൻസീസും ഉണ്ട്, അതിൽ തന്നെ കോൺസ്റ്റബിൾ പോസ്റ്റിൻ്റെ വേക്കൻസീസും ഉണ്ട്. ഇത് ഗേൾസിനും ബോയ്സിനും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ്. സോ അതിൽ നിങ്ങൾക്കറിയാം പോലീസിൻ്റെ ഫോഴ്സ് എക്സാം ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഫിസിക്കൽ മെയിൻ്റനൻസ് ടെസ്റ്റുകളും അതുപോലെ തന്നെ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റുകളും എഫിഷ്യൻസി ടെസ്റ്റുകളും ഒക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോലീസിൽ ഏറ്റവും അധികം റെസ്പെക്റ്റ് ലഭിക്കുന്ന ഒരു ജോലിയാണ് താല്പര്യമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. സോ അത്യാവശ്യം നല്ല നമ്പർ ഓഫ് വേക്കൻസീസും നമ്മൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ ഡേറ്റ്സ് ആണ്. സോ ഡേറ്റ്സ് ഇവിടെ നമ്മൾ ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ആണ്. സോ കൂടുതലും നമ്മൾ ഏപ്രിൽ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ എല്ലാവർക്കും അറിയാം RRBയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് സാധാരണ വരുമ്പോൾ ഉള്ളതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വിൻഡോ ഏകദേശം ഒരു മാസത്തേക്കായിരിക്കും ഓപ്പൺ ആയിട്ടുണ്ടാവുക. സോ ഏകദേശം 15th ഏപ്രിൽ മുതൽ 14th മെയ് വരെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വിൻഡോ സ്റ്റാർട്ട് ആവുക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എക്സാമിനേഷൻ ഈ വർഷം തന്നെ ആയിരിക്കും ടെൻറ്റേറ്റീവ്ലി നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുള്ള ഫീസാണ്. സോ ഇവിടെ ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഫീസാണ്. സോ സാധാരണ മെയിൽ കാൻഡിഡേറ്റ്സിനും, അതായത് ജനറൽ കാറ്റഗറിയിലുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്നത് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. അതേസമയം തന്നെ ഇവിടെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ റിസർവേഷൻ വരുന്ന കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിനും ആകെ 250 രൂപയുടെ ഫീസ് മാത്രമാണ് പേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഏജ് ലിമിറ്റ് ആണ്. സോ ഏജ് ലിമിറ്റ് 2 പോസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്. SI പോസ്റ്റും ഉണ്ട്, കോൺസ്റ്റബിൾ പോസ്റ്റും ഉണ്ട് അല്ലേ. സോ SI പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ഡിഗ്രിയാണ്. അതേസമയം ഇവിടെ കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് വരുമ്പം ഡിഗ്രി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വേണ്ട. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. സോ ഇവിടെ 18 to 25 ഇയേഴ്സ് ആണ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അത് തന്നെ SI പോസ്റ്റിലേക്ക് വരുമ്പോൾ 20 to 25 ഇയേഴ്സ് ആണ്. പക്ഷേ ഇനി നിങ്ങൾ 25 ഇയേഴ്സ് ഉള്ള ഒരു റിസർവ്ഡ് കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, കാരണം നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനും ഇവിടെ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സാലറി സ്കെയിലാണ്. സോ നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക്സിലേക്ക് പോകുന്നതിന് മുൻപ് ഏതൊക്കെ തരത്തിലുള്ള
അലോവൻസസും ബെനഫിറ്റ്സുകളുമാണ് നിങ്ങൾക്കിവിടെ ലഭിക്കുക എന്ന് കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാലറി കൂടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം വെറും ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഈ എക്സാമിനേഷൻ പാസ്സായി ജോലി ലഭിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന സാലറി ഓൾമോസ്റ്റ് 45,000-ൻ്റെയും 50,000-ൻ്റെയും ഇടയിലാണ്. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണ്, വളരെയധികം റെസ്പെക്റ്റ് ലഭിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ജോലി കൂടിയാണ്. അതിൻ്റെ കൂടെ പേയ്മെൻറ്റും ഒട്ടും കുറവല്ല. സെൻട്രൽ ഗവൺമെൻറ് ജോലി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒട്ടേറെ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് ഇവിടേക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത് നമ്മുടെ SI പോസ്റ്റിൻ്റെ സാലറിയാണ്. ഇനി അടുത്തത് നമ്മുടെ കോൺസ്റ്റബിൾ പോസ്റ്റിൻ്റെ സാലറി നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. സോ അത് ഓൾമോസ്റ്റ് 25,000 അബവ്, അതായത് നിങ്ങളുടെ ബെനിഫിറ്റ്സും എല്ലാം കൂടി വന്നു കഴിയുമ്പോൾ നോർമലി ഒരു 30,000-ൻ്റെ റേഞ്ചിലേക്കായിരിക്കും നിങ്ങളുടെ ഇൻഹാൻസ് സാലറി വരുന്നത്. അതും കോൺസ്റ്റബിൾ പോസ്റ്റാണ്. സോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി പോലും വേണ്ടാത്ത ഒരു പോസ്റ്റാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സാണ്. ഓക്കെ, സോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമ്മുടെ മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക്സ് ഏതാണെന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇവിടെ തന്നിരിക്കുന്ന സെലക്ഷൻ പ്രോസസ്സിനെ നമുക്ക് പല സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സ്റ്റേജ് അല്ലെങ്കിൽ നമ്മുടെ ഫേസ് 1 എന്ന് പറയുന്നത് എല്ലാ റെയിൽവേ എക്സാമിനേഷൻസിലും ഉള്ളതുപോലെ തന്നെ ഒരു CBT അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, സോ CBTയുടെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടുള്ള എക്സാമിനേഷൻ ആയിരിക്കും അല്ലേ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഒരു ക്വസ്റ്റിന് 4 ഉത്തരങ്ങൾ ഉണ്ടാകും. അതിനിങ്ങനെ വെയിറ്റേജ് ഉണ്ടാകും, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾ റെയിൽവേയുടെയൊക്കെ പല എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരിക്കും അല്ലേ. സോ ഇവിടെ ബേസിക് ആയിട്ട് നിങ്ങൾക്കറിയാം റെയിൽവേയുടെ എക്സാംസിന് ഇംഗ്ലീഷ് ഇല്ല സാധാരണ. ആകെ 3 സബ്ജക്ട്സ് മാത്രമേ വരാറുള്ളൂ. ജനറൽ അവയർനെസ്സും അരിത്തമെറ്റിക്, അതായത് നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ വരുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും. ഓക്കെ, അപ്പോൾ ഈ 3 സബ്ജക്റ്റുകൾ മാത്രമാണ് നിങ്ങളുടെ ഒന്നാമത്തെ സ്റ്റേജിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇംഗ്ലീഷിൽ കുറച്ച് വീക്കായിട്ടുള്ള ആളാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട, ഈസിലി നിങ്ങൾക്ക് ഈ ഒരു ജോലി ലഭിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക്സ് ആണ്. സോ അതിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് തന്നെയാണ്. സോ നമ്മുടെ ഒന്നാമത്തെ സ്റ്റേജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിനുശേഷം വരുന്നത് നമ്മുടെ ഫിസിക്കൽ മെഷർമെൻറ്റ് ടെസ്റ്റും ഉണ്ട്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഉണ്ട്. സോ ഇവിടെ പോലീസിലേക്കുള്ള ജോലി ആയതുകൊണ്ട് തന്നെ സർട്ടൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഫിസിക്കൽ ഫീച്ചേഴ്സിന് വേണ്ടി ഇവരിവിടെ പറയുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറയാം. അത് ഗേൾസിനും മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. സോ ഫിസിക്കൽ എഫിഷ്യൻസി നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാമിന അളക്കുന്ന ടെസ്റ്റാണ്. അതിൽ കൂടുതലും റണ്ണിങ്ങും ലോങ് ജമ്പും ഹൈ ജമ്പും ഒക്കെയാണ് വരുന്നത്. അത് തന്നെ SI പോസ്റ്റിലേക്കും കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കും സെയിം അല്ല, സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി അതുകൂടാതെ തന്നെ വിമൻ കാൻഡിഡേറ്റ്സിനും മെൻ കാൻഡിഡേറ്റ്സിനും വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെയായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ലാസ്റ്റത്തെ സ്റ്റെപ്പാണ്, അതായത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ സമയത്ത് സബ്മിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, അതിൽ നിങ്ങളുടെ മാർക്ക് ഷീറ്റുകൾ ഉണ്ടാവാം, അഡ്രസ് പ്രൂഫുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു റിലാക്സേഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏജിൻ്റെ കേസിലോ എന്തെങ്കിലും റിലാക്സേഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ എക്സാമിനേഷൻ പാറ്റേൺ ആണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും നല്ല ടോപ്പിക്സ് അല്ലെങ്കിൽ മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക്സ് ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ എക്സാമിനേഷൻ പാറ്റേൺ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. സോ ഇവിടെ റെയിൽവേയുടെ ഈ RPF എക്സാമിനേഷൻ്റെ ഒന്നാമത്തെ സ്റ്റേജിൽ നമുക്ക് എക്സാം എഴുതാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ്. അതായത് 90 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എന്നാൽ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ 120 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, ഇംഗ്ലീഷ് ഇല്ല, സോ മാത്സ് ഉണ്ട്, റീസണിങ് ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ് ഉണ്ട്. ഇനി ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വീതമാണ് വെയിറ്റേജ് വരുന്നത്. അതുകൂടാതെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നെഗറ്റീവ് മാർക്കിംഗ് ഇവിടെ 1/3 ആണ് നമുക്ക് ഇവിടേക്ക് വരുന്നത്. ഓക്കെ, സോ 1/3 നെഗറ്റീവ് മാർക്കിംഗ് ആണ് ഈ ഒരു എക്സാമിനേഷൻ്റെ ഫസ്റ്റത്തെ സ്റ്റേജിൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്.
ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ്റെ കാര്യമാണ് ഫസ്റ്റത്തെ സ്റ്റേജ് എക്സാമിനേഷൻ്റെ സ്കീമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിവിടെ ടേബിൾ കാണാം. ദ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഇവിടെ നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 സബ്ജക്റ്റുകളാണുള്ളത്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് തന്നെയാണ്. ഓക്കെ, സോ ജനറൽ അവയർനെസ് എല്ലാവർക്കും അറിയാം. ജനറൽ അവയർനെസ് ഒക്കെ ക്വസ്റ്റ്യൻസിന് നിങ്ങളിപ്പം ഒരു എക്സാമിന് വേണ്ടി പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ ജനറൽ അവയർനെസ്സിനെ തന്നെ നമുക്ക് സ്റ്റാറ്റിക് ജി കെ ആയിട്ടും അല്ലാത്ത കറണ്ട് അഫയേഴ്സുമായിട്ടും ഡിവൈഡ് ചെയ്യാം അല്ലേ. സ്റ്റാറ്റിക് ജി കെ ഒന്നും മാറാൻ പോകുന്നില്ല. നമുക്ക് പൊതുവായിട്ട് അറിയുന്ന കാര്യങ്ങളിലൊന്നും വ്യത്യാസങ്ങൾ വരാൻ പോകുന്നില്ല അല്ലേ. ഇന്ത്യയുടെ ക്യാപിറ്റൽ മാറുന്നുണ്ടോ? ഇതുവരെ ഇല്ല അല്ലേ. സോ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പല എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടും വേറെ വേറെ പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് അരിത്മാറ്റിക് ആണ്. അരിത്മാറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാത്സ് ആണ്. അതിന് 35 മാർക്കിൻ്റെ വെയിറ്റേജ് ആണ്. അതുപോലെ തന്നെ അടുത്തത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, അവിടെയും വെയിറ്റേജ് വരുന്നത് 35 മാർക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഒറ്റ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇംഗ്ലീഷിനും മാത്സിനും റീസണിങ്ങിനും 3 സബ്ജക്ട്സ് ഉണ്ട്. എല്ലാത്തിലും ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വീതമാണ് വരുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ കിട്ടുന്ന സമയവും മാത്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ എടുക്കുന്ന സമയവും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്ക് കൂട്ടി നോക്കിക്കേ. നിങ്ങൾ കൂടുതൽ സമയം ഏതിൽ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലത്? മാത്സിനേക്കാളും ജി കെക്കും അതുപോലെ തന്നെ റീസണിങ്ങിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അത് ഏറ്റവും സ്പീഡിൽ ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ മാത്സിൽ ആൻസേഴ്സ് കണ്ടുപിടിക്കാനുള്ള സമയം നിങ്ങൾക്ക് കുറച്ചും കൂടി കിട്ടും. ഓക്കെ, അപ്പം എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങൾ മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജി കെക്കും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിനും കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ നോക്കുക. അതിൽ നിന്നും മാക്സിമം മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 85 മാർക്സ് ഷുവറായിട്ടും ഇതിൽ നിന്ന് ലഭിക്കാനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കാരണം മാത്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ കുറച്ച് ടൈം എടുക്കുന്നതാണ് റീസണിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ജനറൽ അവയർനെസ്സും. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം എല്ലാത്തിനും നമ്മൾ ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ വെയിറ്റേജ് ഉള്ളതിന് നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റാതെ പോകും. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. സോ ഇവിടെ 1/3 ആണ് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്കീമും ഇവിടെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ്. ഓക്കെ, അപ്പോൾ സിലബസ് എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അല്ലേ നമുക്ക് ഇതിലേതൊക്കെ ടോപ്പിക്സാണ് ഏറ്റവും സ്കോറിങ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡീറ്റെയിൽ സിലബസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ജനറൽ അവയർനെസ്സിൻ്റെ സിലബസാണ്. സോ ജനറൽ അവയർനെസ്സിൻ്റെ സിലബസിൽ സാധാരണ നോട്ടിഫിക്കേഷനിൽ വരുന്ന സിലബസാണ് നമ്മളിവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഹിസ്റ്ററി, പൊളിറ്റി, ജിയോഗ്രഫി, എക്കണോമിക്സ്, സ്റ്റാറ്റിക് അവയർനെസ്, ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, കമ്പ്യൂട്ടർ ആൻഡ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഇത് നമ്മുടെ ടിപ്പിക്കലായിട്ട് എല്ലാ എക്സാമിനേഷൻസിലും വരുന്ന ജനറൽ അവയർനെസ്സിൻ്റെ സിലബസ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് എന്നുള്ള കാര്യം ഇനി വരുന്ന സ്ലൈഡ്സിൽ നമുക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റും. സോ ഇനി അതിന് മുമ്പ് ഞാൻ ആദ്യം എല്ലാ ഡീറ്റെയിൽ സിലബസും ജസ്റ്റ് ഒന്ന് പറഞ്ഞതിന് ശേഷം ഏതൊക്കെയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നതായിരിക്കും കേട്ടോ. ഇനി അരിത്മെറ്റിക്കിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്പർ സിസ്റ്റം, പെർസെൻറ്റേജസ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, ആവറേജസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ലോസ്, മെൻസുറേഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഇതിലേക്ക് മാത്രം നമ്മൾ ലിമിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ LCM ആൻഡ് HCF എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങൾ SSCയുടെ നോട്ടിഫിക്കേഷനിൽ നോക്കിയാൽ അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ അത് ഉണ്ടാവില്ല എന്ന് നിങ്ങളിവിടെ വിചാരിക്കരുത്. കാരണം അത് കംപ്ലീറ്റ്ലി നമ്പർ സിസ്റ്റം എന്ന ടോപ്പിക്കിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഓക്കെ ഈ ടോപ്പിക് ഇല്ലാന്ന് ക്രോസ് ചെയ്ത് പോകുന്നതിന് പകരം ഔട്ട് ഓഫ് സിലബസ് അല്ലാത്ത, അതായത് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് സിലബസ് അല്ലാത്ത ടോപ്പിക്സിനെ നിങ്ങൾ വിട്ട് കളയരുത്. അതിനെ അധികവും നോട്ടിഫിക്കേഷൻ്റെ താഴെ ആൻഡ്
ഇഫ് നോട്ട് മെൻഷൻഡ് ഇതല്ലാത്ത മിസലേനിയസ് ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതും നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് വിട്ട് കളയരുത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൻ്റെ സിലബസ് ആണ് ഞാൻ നെക്സ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അനാലജി, ഓഡ് വൺ ഔട്ട് സീരീസ്, സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ, ഡിറക്ഷൻസ്, കോഡിംഗ്, ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, മാട്രിക്സ്, ബ്ലഡ് റിലേഷൻഷിപ്പ്, നോൺ വെർബൽ ആൻഡ് മിസ്സിംഗ് ടേംസ്. ഓക്കെ, അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നും നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക്സ് ഫസ്റ്റ് തന്നെ നമുക്ക് ജനറൽ അവയർനെസ് എടുക്കാം. സോ അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രധാനമായിട്ടുള്ള ഗവൺമെൻറ് പോളിസീസ് എന്തൊക്കെയാണ്, ഗവൺമെൻറ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ സ്കീം, ഇത് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ, സ്റ്റാറ്റിക് GKയുടെ കാര്യമല്ല പറയുന്നത്. ഒരു 6 മാസം തൊട്ട് 2 ഇയേഴ്സ് വരെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഈവൻറ്റ്സ് ഏതൊക്കെയാണ്, സോഷ്യൽ ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു, വാറുകൾ നടന്നിട്ടുണ്ടോ, അവിടെ സംഭവിച്ചിരിക്കുന്ന പ്രധാനമായിട്ടുള്ള ഹാപ്പനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, വീണ്ടും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പുതിയ സ്കീമുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ വരും. സോ അതിന് നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ക്രെഡിബിൾ ആയിട്ടുള്ള, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ന്യൂസ് പേപ്പർ സോഴ്സുകളും മാഗസീൻസും ഒക്കെ തന്നെയാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങൾ കറണ്ട് അഫയേഴ്സിന് പഠിക്കേണ്ടത്. സോ ഇതാണ് കറണ്ട് അഫയേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. സോ ഹിസ്റ്ററി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കും ഹിസ്റ്ററിയിൽ നിന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, പ്രോമിനൻ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് ആരൊക്കെയാണ്, അതുപോലെ നടന്നിട്ടുള്ള ഹിസ്റ്റോറിക്കൽ മൂവ്മെൻറ്റ്സുകൾ, ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റുകൾ, അവ സ്ഥാപിച്ചിരിക്കുന്ന ചക്രവർത്തിമാർ, ഡൈനാസ്റ്റികൾ, അങ്ങനെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള പീരിയഡ്സ്, ഈ കാര്യങ്ങളാണ് ഹിസ്റ്ററിയിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചറാണ്. സോ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ട്രഡിഷൻസ് ഏതൊക്കെയാണ്, ഡാൻസ് ഫോംസ് ഏതൊക്കെയാണ്, സ്റ്റേറ്റുകൾ അവരുടെ കൾച്ചറൽ ഡിഫറൻസസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആർട്ട് ആൻഡ് കൾച്ചറിൽ നിന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് ഈ 3 എണ്ണത്തിൽ നിന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ജിയോഗ്രഫിയാണ്. സോ ജിയോഗ്രഫിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ജിയോഗ്രഫിയിൽ നിങ്ങൾക്കറിയാം പ്രധാനമായിട്ടും ഇന്ത്യയുടെ ജിയോഗ്രഫി അനുസരിച്ച് തന്നെയായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഇന്ത്യയുടെ ജിയോഗ്രഫി അനുസരിച്ച് ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ട് തന്നെ അതിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. പ്രധാനപ്പെട്ട നദികൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്ലൈമാറ്റിക് അല്ലെങ്കിൽ ക്ലൈമാറ്റിക് ആയിട്ടുള്ള സോണുകൾ ഏതൊക്കെയാണ്, പിന്നെ ഡാമുകൾ, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ലാൻഡ്മാർക്കുകൾ തുടങ്ങിയ ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഇക്കണോമിക്സ് ആണ്. സോ ഇക്കണോമിക്സിൽ കൂടുതലായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് GDP, അതിൻ്റെ ഫുൾ ഫോം, അതിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, ഇൻഫ്ലേഷൻ എന്തൊക്കെയാണ്, പിന്നെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് പുതിയത് എന്തെങ്കിലും ഉണ്ടോ തുടങ്ങിയ ടേംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിവിടെ എക്കണോമിക്സിൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അടുത്ത ടോപ്പിക് അല്ലെങ്കിൽ അടുത്ത സിലബസിൽ വരുന്നത് നമ്മുടെ ജനറൽ പോളിറ്റിയാണ്. അതിൽ കൂടുതലായിട്ടും ഗവൺമെൻറ്റിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, പിന്നെ വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻ, അതിലെ ആർട്ടിക്കിൾസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളിവിടെ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് സ്പോർട്സ് ആണ്. സോ ഇത് ഒരുപക്ഷെ എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീൽഡ് ആയിരിക്കും അല്ലേ. സോ മേജർ ആയിട്ടുള്ള സ്പോർട്സ് ഈവൻറ്റ്സ് ഏതൊക്കെയാണ്, ഫേമസ് പേഴ്സണാലിറ്റീസ്, അവർക്ക് ലഭിക്കുന്ന അവാർഡുകൾ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ട്രോഫീസ് ഏതൊക്കെയാണ്, ഓരോ കപ്പും ഏത് ഗെയിമുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ളതാണ്, മേജർ ആയിട്ടുള്ള സ്പോർട്സ് ഈവൻറ്റ്സ് നടന്നിട്ടുള്ള പ്ലേസസ് ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഏറ്റവും നല്ല മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്പോർട്സിൽ നിന്നും പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ജനറൽ സയൻസ് ആണ്. സോ ജനറൽ സയൻസിൽ നിന്നും കൂടുതലും ബേസിക് ആയിട്ടുള്ള സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റുകളും, അതായത് വളരെ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിയിട്ടുള്ള റിസർച്ചുകളും അതിൻ്റെ റിസൾട്ടുകളൊക്കെയാണ് ക്വസ്റ്റ്യൻസിൽ വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ജനറൽ അവയർനെസ്സിൽ നിന്നും നമുക്ക് വരുന്നത്. ഇനി അടുത്തത് റീസണിങ് എബിലിറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വെയിറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, 50യും അതിനുശേഷം 35ഉം ആണ്. പക്ഷേ റീസണിങ് ആകുമ്പം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം നിങ്ങളൊരു ഇത്തിരി കൂടി ഫോക്കസ് ഇതിലേക്ക് കൊടുക്കുക. ഈക്വൽ വെയിറ്റേജ് ആണെങ്കിലും നിങ്ങൾക്ക് ടൈം അന്നേരം റീസണിങ്ങും ജനറൽ അവയർനെസ്സിനും കൂടുതൽ ഫോക്കസ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ടൈം മാത്സ് ചെയ്യാൻ കുറച്ചും കൂടി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ,
അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ടോപ്പിക് ഏറ്റവും മോസ്റ്റ് സ്കോറിംഗ് ആണ്, അതായത് ഇപ്പം അനാലജിയാണ് ഏറ്റവും സ്കോറിംഗ് എന്ന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ ടോപ്പിക്കിൻ്റെ ഉള്ളിൽ നിന്നും ഇഷ്ടം പോലെ സബ് ഡിവിഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ അനാലജി എടുക്കുകയാണെങ്കിൽ അനാലജി എന്ന് പറയുന്നത് എന്താണ്, രണ്ട് വാക്കുകളോ അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സോ രണ്ട് അക്ഷരങ്ങളോ ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അല്ലേ. അപ്പോൾ അതിൽ തന്നെ ഇഷ്ടം പോലെ സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അനാലജിയിൽ വരുന്ന മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക്സ് എന്ന് പറയുന്നത് എപ്പോഴും വേർഡ് ബേസ്ഡ് ആയിട്ടുള്ള അനാലജിയാണ്. സോ വേർഡ് ബേസ്ഡ് അനാലജി ക്വസ്റ്റൻസ് എന്തായാലും ഉണ്ടാകും. എന്നാൽ അതേസമയം ഫിഗറൽ ബേസ്ഡ് അനാലജി കുറച്ച് കുറവായിരിക്കും. ഓക്കെ, സോ അങ്ങനെയാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ സെലക്ഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് സ്പേഷ്യൽ വിഷ്വലൈസേഷൻ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തന്നിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും, കൂടുതലും ഡൈസ് ബേസ്ഡ് ക്വസ്റ്റൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ആണ്. സോ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് വരുന്നത്. തന്നിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ഐറ്റംസിൽ ഇവിടെ ഒരുപോലെയുള്ള ഐറ്റംസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത് ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കുന്നതിൻ്റെ പേരാണ് ക്ലാസിഫിക്കേഷൻ. സീരീസ് കംപ്ലീഷൻ. സോ സീരീസ് കംപ്ലീഷനിൽ കൂടുതലായിട്ടും നമുക്ക് വരുന്നത് നമ്പർ സീരീസ് ക്വസ്റ്റൻസ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ വേർഡ് ബേസ്ഡ് ക്വസ്റ്റൻസും വേർഡ് ബേസ്ഡ് സീരീസ് ക്വസ്റ്റൻസും വരുന്നുണ്ടായിരിക്കും. ഇനി അതുകൂടാതെ രണ്ടിൻ്റെയും കോമ്പിനേഷൻസ് ആയിട്ട് ആൽഫബറ്റ്സും നമ്പേഴ്സും വെച്ചിട്ടുള്ള ക്വസ്റ്റൻസും വരും. പക്ഷേ കൂടുതൽ പ്രോബബിലിറ്റി ക്വസ്റ്റൻസ് വരാൻ നമ്പർ സീരീസും അതുപോലെ തന്നെ വേർഡ് ബേസ്ഡ് സീരീസും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ അടുത്തത് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആണ്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്താണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. ഒരു വാക്കിനെ ഒരു പ്രത്യേക ഭാഷയിലേക്ക് മാറ്റി ഒരു പ്രത്യേക ലോജിക് ഉപയോഗിച്ച്, അങ്ങനെയെങ്കിൽ അതേ ലോജിക്ക് വെച്ചിട്ട് മറ്റൊരു വാക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെയാണ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. സോ അതിൽ തന്നെ കൂടുതലും ക്വസ്റ്റൻസ് വരുന്നത് ആൽഫബറ്റ് ബേസ്ഡ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ക്വസ്റ്റൻസ് തന്നെയായിരിക്കും. ഇനി അടുത്തത് ബ്ലഡ് റിലേഷൻഷിപ്പാണ്. സോ നമ്മുടെ ഫാമിലിയിലൊക്കെ വരുന്ന ആൾക്കാർ തമ്മിലുള്ള ബന്ധത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യമാണ് ബ്ലഡ് റിലേഷൻഷിപ്പ് അല്ലേ. സോ അതിൽ തന്നെ ക്വസ്റ്റൻസിൽ കൂടുതലും വരാൻ സാധ്യതയുള്ളത് കോഡഡ് ബ്ലഡ് റിലേഷൻഷിപ്സ് വരാനുള്ള പ്രോബബിലിറ്റി കുറവാണ്. കൂടുതലും ഡയലോഗ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പസിൽ പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, പസിൽ എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് കുറച്ച് ക്ലൂസ് തന്നിട്ട് അത് വെച്ചിട്ടുള്ള ക്വസ്റ്റൻസ് വരാനുള്ള സാധ്യതയായിരിക്കും കൂടുതൽ. അടുത്തത് ഡിസിഷൻ മേക്കിംഗ് ആണ്. പിന്നെ വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ. സോ സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷനൊക്കെ അത്യാവശ്യം നല്ല നമ്പർ ഓഫ് ക്വസ്റ്റൻസ് വരുന്ന ടോപ്പിക്കാണ്. ഇനി അടുത്തത് നമ്മുടെ അരിത്മെറ്റിക് എബിലിറ്റി അല്ലെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നിന്നും വന്നിരിക്കുന്ന ചോദ്യങ്ങൾ. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്പർ സിസ്റ്റംസിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞു പല ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അതിൽ തന്നെ ഹോൾ നമ്പേഴ്സ്, ഫ്രാക്ഷൻസിനെ എങ്ങനെ ഡെസിമൽ ആക്കാം, ഡെസിമൽസിനെ എങ്ങനെ ഫ്രാക്ഷൻ ആക്കാം, വീണ്ടും LCM, HCF, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഇതൊക്കെ തന്നെ നമ്പർ സിസ്റ്റംസിലാണ് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ ഇത്രയും പറഞ്ഞ ഈ ടോപ്പിക്സിൽ ജസ്റ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പിന്നെ ഫണ്ടമെൻ്റൽ അരിത്മെറ്റിക് ഓപ്പറേഷൻസ്. സോ കൂടുതലും ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സർഡ്സ് ആൻഡ് ഇൻഡസിസ് പോലെയോ അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ പോലെയുള്ള ടോപ്പിക്കുകളാണ്. ബേസിക് അരിത്മെറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ നമ്മുടെ ബോർഡ് മാസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാം. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, സ്കോറിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അടുത്തത് പെർസെൻറ്റേജ്. സോ പെർസെൻറ്റേജിൽ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്ന ചോദ്യങ്ങൾ, അതിൽ കൂടുതലും പെർസെൻറ്റേജ് ചേഞ്ചും റേഷ്യോസും അടക്കമുള്ള ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ആവറേജസ് ആണ്. ആവറേജസിൽ പ്രധാനമായിട്ടും വരുന്നത് ഡയറക്റ്റ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളും വെയ്റ്റഡ് ആവറേജുമാണ്. ഇതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുന്ന സമയത്ത് എങ്ങനെ CP കണ്ടുപിടിക്കാം, എങ്ങനെ SP കണ്ടുപിടിക്കാം, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താണ്, ലോസ് പെർസെൻറ്റേജ് എന്താണ് തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള നമുക്ക് എന്താ പറയുക ഡയറക്റ്റ് ഫോർമുലാസ് വെച്ചിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും കൂടുതൽ വരിക. അടുത്തത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. സോ അതിൽ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല അറിയാം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ അറിയാം. ഇത് രണ്ടും വരുന്ന സമയത്ത് കളക്റ്റീവ്ലി നമുക്ക് എങ്ങനെ ക്വസ്റ്റൻസ് സോൾവ് ചെയ്യാം അതും നമ്മൾ ഡിസ്കസ് ചെയ്യണം, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്തത് ടൈം റേഷ്യോ പ്രൊപ്പോർഷൻ ഉണ്ട്. സോ ഇവിടേക്ക് റേഷ്യോസ് എന്താണ്, പ്രൊപ്പോർഷനിലായിരിക്കുന്ന റേഷ്യോസിൽ നിന്നും മിസ്സിംഗ് ആയിട്ടുള്ള വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം, പിന്നെ നമ്മുടെ മിക്സ്ചർ ആൻഡ് ആലിഗേഷനിൽ യൂസ് ചെയ്യുന്ന ആലിഗേഷൻ റൂൾ ഉണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷനും നിങ്ങളിവിടെ ഫോക്കസ് ചെയ്യേണ്ടതാണ്. അടുത്തത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ആണ്. സോ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ കൂടുതലും ഡയറക്റ്റ് സ്പീഡോ ടൈമോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങളാണ് വരാറ്. അതിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ട്രെയിൻ ബേസ്ഡ് ക്വസ്റ്റൻസും ഒക്കെ പിന്നെ വരാറുണ്ട്. പിന്നെ ബോട്ട്സ് ആൻഡ് സ്ട്രീംസ്
ഒത്തിരി അങ്ങ് വരാറില്ല, പക്ഷേ നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല, അതിനും വെയിറ്റേജ് വരാറുണ്ട്. പക്ഷേ കൂടുതലും നിങ്ങൾ ഡയറക്റ്റ് സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസും ട്രെയിൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി അത് കൂടാതെ പറയാനുള്ള കുറച്ച് ടിപ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് സോൾവ് ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഒപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻസും അങ്ങനത്തെ വർക്കൗട്ട് സെഷൻസും നിങ്ങൾ മാക്സിമം കൊണ്ടുപോകുക. ഇനി അടുത്തത് ടൈം മാനേജ്മെൻ്റ് ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 120 ചോദ്യങ്ങളും ഉണ്ട്, ആകെ 90 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മണിക്കൂറേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ടൈം നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ടൈം മാനേജ്മെൻറ്റും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, 1/3 ആണ് നെഗറ്റീവ് മാർക്കിംഗ്. അത് ഓർത്തിരിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാതെ വിട്ടാലും ആരും നിങ്ങളോടൊന്നും ചോദിക്കാൻ പോകുന്നില്ല. അതേസമയം നിങ്ങൾ സോൾവ് ചെയ്ത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതവിടെ പ്രശ്നമാണ് അല്ലേ. സോ അതും നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ പ്രധാനപ്പെട്ട പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്ന വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷനാണ്, അല്ലാതെ ഇതാണ് ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് ഒരാളുടെ സ്ട്രാറ്റജി ആയിരിക്കില്ല മറ്റൊരാൾക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് അല്ലേ. സോ നിങ്ങൾക്കുള്ളൊരു ഐഡിയൽ മെത്തേഡാണ് ഞാൻ പറഞ്ഞു തന്നത്, പക്ഷേ അതിൽ നിങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണം നിങ്ങളിവിടെ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഗൈഡൻസ് ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പേടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. നമ്മുടെ എൻട്രിയിൽ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു സൂപ്പർ കോഴ്സ് ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ RRBയുടെ RPF എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അത് കൂടാതെ തന്നെ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. നമുക്കറിയാം നിങ്ങൾ പലരും ഒരൊറ്റ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരല്ല അല്ലേ. RRBയുടെ എക്സാമിനും ബാങ്കിങ്ങിനും SSCക്കും ഒക്കെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും മറ്റൊരു അടിപൊളി കോഴ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് എക്സാം സ്പെഷ്യൽ ബാച്ച് എന്നാണ് ഈ ഒരു ബാച്ചിൻ്റെ പേര്. സോ ഈ 3 എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ബാച്ചായിരിക്കും അത്. അപ്പോൾ ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു 4 സ്റ്റേജസിലൂടെയാണ് ഈ ഒരു ബാച്ചിൻ്റെ പ്രോഗ്രസ് പോകുന്നത്. 1 ഇയർ ബാച്ചാണ്. അതിൽ ആദ്യത്തെ 3 മാസം ഈ 3 എക്സാമിനേഷൻസിൻ്റെയും ബേസിക് ആയിട്ടുള്ള സിലബസ് കവറേജിന് വേണ്ടി മാത്രമായിരിക്കും. ഇനി നെക്സ്റ്റ് ഒരു 3 മന്ത്സ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച സമയത്ത് നിങ്ങൾ നേരിട്ടിട്ടുള്ള വീക്കർ ഏരിയാസൊക്കെ ഉണ്ടാവുക അല്ലേ, അതിൽ നിങ്ങളെ വീണ്ടും ഒന്നുകൂടി ട്രെയിൻ ചെയ്യിപ്പിച്ച് നിങ്ങളുടെ വീക്കർ ഏരിയാസിനെയൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കുക. അതിനായിരിക്കും നമ്മുടെ നെക്സ്റ്റ് 3 മന്ത്സ്. അതിനുശേഷമുള്ള 3 മന്ത്സ് എന്ന് പറയുന്നത് മാക്സിമം സ്പീഡിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കുക. ഓക്കെ, സോ ഏറ്റവും സ്പീഡിൽ നിങ്ങളെ കൊണ്ട് ആൻസേഴ്സ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അടുത്ത വരുന്ന ലാസ്റ്റത്തെ 2 മന്ത്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ പ്രാക്ടീസാണ്. സോ നിങ്ങൾക്കറിയാം ബാങ്കിങ് എക്സാമിനേഷൻസിനൊക്കെ ഇൻ്റർവ്യൂ വരുന്നുണ്ട്. സോ ആ രീതിയിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും ആൻഡ് നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും ലാസ്റ്റത്തെ 2 മന്ത്സിൽ ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്കിവിടെ കാണാം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും നിങ്ങളുടെ ഈ ഒരു കോഴ്സിന് വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്ന് ക്ലാസ് എടുക്കുന്നത്. സോ ഇവിടെ ക്ലാസ്സസിനും ഉണ്ട് കുറച്ചധികം പ്രത്യേകത. വിഷ്വലൈസേഷൻ ക്ലാസ്സസ് ആണ്. എന്ന് വെച്ചാൽ ചില കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ഇമേജറിയിലൂടെ പല രീതിയിലും നിങ്ങളെ വിഷ്വലൈസേഷൻ ടെക്നിക്സിലൂടെ ക്ലാസ്സസ് എടുത്തു തരുന്ന രീതിയുണ്ട്. അതുകൂടാതെ തന്നെ ഈ ടീച്ചേഴ്സുമായിട്ടുള്ള 1-to-1 സെഷൻസ് ഏകദേശം once a month നിങ്ങൾക്ക് അവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് പഠിക്കാനുള്ള അവസരവുമുണ്ട്. അതുകൂടാതെ തന്നെ ലെക്ചേഴ്സിൻ്റെ ഒപ്പം ഡുവൽ മെൻറ്റർഷിപ്പ്, അതായത് 2 മെൻറ്റേഴ്സിൻ്റെ സഹായത്തോടുകൂടിയായിരിക്കും ഇനി നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കംപ്ലീറ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും എൻട്രി ആപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ബുക്സ് അവൈലബിൾ ആയിരിക്കും, മോക്ക് ടെസ്റ്റും സ്റ്റഡി കാർഡ്സും, അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ആവശ്യം പ്രിപ്പറേഷന് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും നമ്മൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും. സോ അപ്പോൾ അത് കൂടാതെ തന്നെ ഒരു സൂപ്പർ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടി നിങ്ങൾക്കുണ്ട്. ഇത് നോർമലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1 ഇയർ വാലിഡിറ്റി ഉള്ള ഒരു കോഴ്സാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 20 പേർക്ക്
ഒരു അടിപൊളി എക്സ്റ്റൻഷൻ ഓഫർ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പം ഏത് എക്സാമിനേഷൻ ആണോ ഫോക്കസ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ SSC ഉണ്ട്, RRB ഉണ്ട്, ബാങ്കിങ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഒരു പക്ഷേ RRBയിൽ ഫോക്കസ് ചെയ്യുന്ന ആളാണെങ്കിൽ ആദ്യത്തെ 20ൽ നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു വർഷം കൂടാതെ 1 ഇയർ എക്സ്ട്രാ വാലിഡിറ്റി കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു RPFന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബാച്ച് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രോളിലൂടെ പോകുന്ന ഈ നമ്പറിലേക്കും കോൺടാക്ട് ചെയ്യും. ഓക്കെ, അതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറി റിലേറ്റഡ് ടു നിങ്ങളുടെ എക്സാമിനേഷൻ പ്രിപ്പറേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റിയോ എന്ത് തരത്തിലുള്ള ക്വയറി ആണെങ്കിലും നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അതിലൂടെ എഴുതി അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റനോ ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.